എൻ്റെ പേര് മിനി. ഞാൻ ആയത്തുപടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ജൂൺ 30 ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞാൻ നേഴ്സാണ്, സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോന്നപ്പോൾ എനിക്ക് കുറച്ച് PF കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നമ്മളവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരുമ്പോൾ തന്നെ അത് കിട്ടും, അതല്ലെങ്കിൽ തന്നെ ഒരു 3 മാസത്തിനുള്ളിലെങ്കിലും അത് കിട്ടണം. അങ്ങനെയാണ് അവിടുത്തെ നിയമങ്ങളായിരുന്നത്. പക്ഷേ എന്തോ എനിക്കും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും ഒരു 3 വർഷം കഴിഞ്ഞിട്ടും അത് കിട്ടാതെ വന്നു. അപ്പം ഞാൻ കുറേ അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തു, അന്വേഷിച്ചു. പക്ഷേ അവർ പറഞ്ഞു അത് അങ്ങനെ തരാൻ പറ്റത്തില്ല. അപ്പം എനിക്കിപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം കുറേ നാൾ വർക്ക് ചെയ്ത പൈസയാണല്ലോ. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ സബ്മിറ്റ് ചെയ്തു. അപ്പം ഞാൻ അറിഞ്ഞു എൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് പേർക്ക് ആ പേപ്പർ വർക്കൊക്കെ പേപ്പർ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, കിട്ടുമെന്നൊരു പ്രതീക്ഷയായി. അങ്ങനെ അവർക്ക് പിന്നെ 1-2 മാസത്തിനുള്ളിൽ അവരുടെ പൈസയെല്ലാം കിട്ടി. അതിന് ശേഷം എനിക്കും 1 വർഷത്തിനുള്ളിൽ ആ ഗ്രാറ്റുവിറ്റി എനിക്ക് ഫുള്ളായിട്ട് കിട്ടി. അത് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഒറ്റതിലാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. കാരണം 5 വർഷത്തോളമായി അത് കിട്ടി. ഇപ്പോഴും വേറെ പിള്ളേർക്ക് കിട്ടാതെ കിടക്കുന്നുണ്ട്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് എനിക്കത് കിട്ടി. ദൈവത്തിന്, അമ്മ മാതാവിന് എല്ലാവരും നന്ദി പറയുന്നു. കൂടാതെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ, ഞാൻ നേഴ്സാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചെറുപ്പം മുതൽ എനിക്കൊരു ആഗ്രഹമായിരുന്നു ജർമ്മനിയിലെ സ്വിറ്റ്സർലൻഡിലൊക്കെ വർക്ക് ചെയ്യണമെന്ന്. പക്ഷേ എൻ്റെ ആ സാഹചര്യത്തിൽ ജർമ്മനി ഓപ്പൺ അല്ലായിരുന്നു ഞാൻ പഠിച്ചിറങ്ങിയ വർഷങ്ങളിലൊന്നും. എൻ്റെ ഫ്രണ്ട്സെല്ലാം UK, ഓസ്ട്രേലിയ, അയർലൻഡ് എല്ലാ സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ എനിക്കെന്തോ അങ്ങോട്ടൊന്നും പോകാൻ താല്പര്യമില്ലായിരുന്നു. ഞാൻ അതൊന്നും നോക്കിയുമില്ല. പിന്നെ ചുമ്മാ ഇപ്പം സൗദിയിൽ നിന്ന് വന്ന് വീട്ടിലൊരു 5 വർഷത്തോളം ജോലിയൊന്നും ഇല്ലാതിരുന്നപ്പോൾ ചുമ്മാ ഒരു വീഡിയോ കണ്ടു, ജർമ്മനിക്ക് നേഴ്സുമാരെടുക്കുന്നുണ്ടെന്ന് കണ്ടിട്ട് ഞാൻ ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്തു. നമുക്ക് ഏജൻസിനെ അറിയത്തില്ല, അങ്ങനെ ഒന്നും തന്നെ അറിയില്ല, ലാംഗ്വേജ് അറിയത്തില്ല. അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. B2 ഇല്ലാതെ അവർ അങ്ങോട്ട് എടുക്കത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നോക്കി വെറുതെ. പക്ഷേ എന്നോട് എല്ലാവരും പറഞ്ഞു, നിൻ്റെ ഈ ഏജിൽ നിനക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല, B2 ഭയങ്കര ടഫാണ്, +2 കഴിഞ്ഞ പിള്ളേരും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ ഒന്ന് നോക്കാം. അപ്പോൾ എൻ്റെ മോൻ എന്നോട് പറയും, അമ്മ OET പഠിക്കുക, എന്തിനും ജർമ്മൻ പഠിക്കാൻ പോകുന്നു. പക്ഷേ ഞാൻ പറയും ചുമ്മാ നോക്കട്ടെ, ഈശോയ്ക്ക് ചിലപ്പോൾ ഒരു തോന്നാണ് ഭാഷയില്ലാതെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് തോന്നിയാലോ. അങ്ങനെ പറഞ്ഞ് ഞാൻ ചുമ്മാ ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ സമയം ഞാൻ ഇപ്പോൾ 2 വർഷമായി ജർമ്മനിയിലാണ്. ഞാൻ പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു കാലയളവ്, ഒരു 3 മന്ത്സിന് സമയത്ത് അവരുടെ ഒരു ഇത് വന്നു, ജർമ്മൻ B2 എക്സാം പാസ്സാവാതെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന്. അപ്പോൾ എൻ്റെ ആഗ്രഹപ്രകാരം തന്നെ എനിക്ക് ജർമ്മനിക്ക് പോകാൻ പറ്റി, B2 ഇല്ലാതെ. അത് കഴിഞ്ഞ് അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ഞാൻ വെക്കുന്നുണ്ടായിരുന്നു ഉടമ്പടിയിൽ എനിക്ക് ജർമ്മനിക്ക് പോകണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം കൊണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, ചെറുപ്പം തുടങ്ങിയ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതിന് ശേഷം അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയണം, അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ വലിയൊരു എക്സാമുണ്ട്. ജർമ്മനി വർക്ക് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അറിയാം, കെൻഡിനിസെ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് എക്സാമാണ്. അപ്പോൾ അത് 2 അറ്റംപ്റ്റ് നമുക്കുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വരെ തിരിച്ചു പോവേണ്ടി വരും. പക്ഷേ തമ്പുരാൻ ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്കത് പാസ്സാവാൻ സാധിച്ചു. അത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ അവിടെ വെച്ച് B2 എഴുതാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തു. 4 മോഡ്യൂൾ നമുക്ക് പാസ്സാവണം, IELTS ഒക്കെ പോലെ. പക്ഷേ 3 മോഡ്യൂൾ 3 ഞാൻ പാസ്സായി. 4ാമത് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ പാസ്സാവില്ല. എന്തെഴുതാലും 1 മാർക്ക് 2 മാർക്കിൽ എനിക്ക് ഞാൻ തോൽക്കും, എപ്പോഴും തോൽക്കും. കുറേ വട്ടം എക്സാം എഴുതി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഈ കെൻഡിനിസെ പ്രൂഫ് എല്ലാവരും പറയും, ചേച്ചി കെൻഡിനിസെ പ്രൂഫും പാസ്സായല്ലോ, എന്തുകൊണ്ട് B2 പാസ്സാവണില്ലെന്ന്. ഞാൻ പറയും എനിക്കറിയില്ല, തമ്പുരാൻ എന്തോ നല്ല പ്ലാനുണ്ട്. അപ്പോൾ ജോസഫ് അച്ഛൻ്റെ ഈ ഉടമ്പടി ധ്യാനത്തിൽ കേൾക്കാറുണ്ട്, നമ്മൾ ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട, അതിന് തമ്പുരാൻ ഒരു നിയോഗം കാണുമെന്ന്. അപ്പം ഞാനത് ഉറച്ച് വിശ്വസിച്ച് ഇങ്ങനെ നിന്നു, നോക്കാം എവിടെ വരെ പോകും നോക്കാം. അങ്ങനെ ഞാൻ ഇപ്പോൾ 2 വർഷത്തിനിടയ്ക്ക് 2-3 പ്രാവശ്യം വെക്കേഷൻ വരികയും ചെയ്തു. ഇവിടെ എക്സാം എഴുതാൻ നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അതിന് ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും ഈ പ്രാവശ്യം എനിക്ക് ലീവ് നവംബറിലായിരുന്നു.
പക്ഷേ അവിടെ ഞാൻ തീരുമാനിച്ചു അഖണ്ഡ ജപമാല റാലിക്ക് ഒന്ന് പോകണം. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ പോകുമായിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഓർത്തു എന്താണെങ്കിലും അഖണ്ഡ ജപമാല റാലിക്ക് ഒന്ന് പോവാം. അപ്പം മാതാവ് എന്നെ ഈ ബീറ്റ് പാസ്സാക്കി തരും. എനിക്ക് ഭയങ്കര ഒരു അവിടെ വെച്ച് അപ്പം ഞാൻ ലീവ് 2 ആഴ്ച അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കയറ്റിയെടുത്ത് ഈ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. എൻ്റെ ഹസ്ബൻഡ് ഞാനും ഫാമിലി വേറെ ഫ്രണ്ട്സൊക്കെ കൂടെ അങ്ങനെ വന്ന് പെട്ടെന്ന് തലേദിവസം വന്നു. അഖണ്ഡ ജപമാല റാലിക്ക് പോയി. 2-ാം ദിവസം എനിക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റി ഇവിടെ കൊച്ചി വെച്ച്. ആ എക്സാമിൻ്റെ റിസൾട്ട് സാധാരണ 4 ആഴ്ച അല്ലെങ്കിൽ 6 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. പക്ഷേ മിഞ്ഞാന്ന് റിസൾട്ട് വന്നു. 17 ദിവസമായപ്പോഴത്തേനും ഞാൻ പാസ്സായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒപ്പം തന്നെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തുകൊണ്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത്ര വലിയ അനുഗ്രഹം തന്ന ദൈവത്തിന് അമ്മ മാതാവിന് 1000 നന്ദി. പ്രവർത്തനം പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അവിടെ ഇപ്പം ജർമ്മൻ ഇറ്റാലിയൻ ലാംഗ്വേജിലെ പത്രം ഞാൻ വന്ന് പോകുമ്പോൾ വാങ്ങിക്കൊണ്ട് പോയി അവിടെ എനിക്കറിയാവുന്നവർക്കൊക്കെ കൊടുക്കും. അങ്ങനെ പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കുമ്പം ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, പാവപ്പെട്ടവരെ സഹായിക്കും പൈസ ആയിട്ടും. ഇപ്പോൾ അവിടെ ചെന്നതിന് ശേഷമാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ എക്സാമൊക്കെ എഴുതാൻ കുറേ പിള്ളേരെ എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ പറയും ചേച്ചി എന്തെങ്കിലും സഹായിക്കുന്നൊക്കെ പറഞ്ഞാൽ എന്നെ പറ്റുന്ന വിധം ഞാൻ അവരൊക്കെ സഹായിക്കും. കുമ്പസാരം 2 ആഴ്ച മാക്സിമം പറ്റാവുന്ന വിധത്തിൽ എനിക്ക് അവിടെ ഞങ്ങൾക്കവിടെ സ്വിറ്റ്സർലൻഡിൽ പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ മലയാളി കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ദൈവാനുഗ്രഹിച്ച് എന്നും തന്നെ പള്ളി പോകാനൊക്കെ സാധിക്കും. അങ്ങനെ എൻ്റെ വലിയൊരു ആഗ്രഹം ദൈവം സഹായിച്ചു തന്നു. എനിക്കിപ്പോൾ 48 വയസ്സുണ്ട് ഞാൻ ജർമ്മനിക്ക് പോകുമ്പോൾ. അപ്പം ഞാൻ ഈ ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ ഏജൻസികളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി എന്തിനാണ് ഈ ജർമ്മൻ പഠിക്കാൻ പോകുന്നത്, ചേച്ചി OET നോക്കുക, അതല്ലേ ചേച്ചിക്ക് നല്ലതെന്ന്. അവിടെ ചെന്നതിന് ശേഷം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം ചെറിയ പിള്ളേരാണ്, +2 കഴിഞ്ഞ് വന്നേക്കണവരും ഒരു 10-20 വയസ്സ് താഴെയുള്ളവർ. അപ്പോൾ എല്ലാവരും എന്നോട് പറയുമ്പോൾ ചേച്ചി ഭയങ്കരം, ചേച്ചി എന്താ പ്രൗഡാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറയും ഇതൊന്നും എൻ്റെ കഴിവല്ല, അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ നോട്ട് മൈ മെറിറ്റ്സ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ്, അതെനിക്ക് പറയാനുള്ളൂ. സങ്കീർത്തനം 32:6 ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടത്തോട് പ്രാർത്ഥിക്കട്ടെ, കഷ്ടത കരകവിഞ്ഞാലും അതവരെ സമീപിക്കുകയില്ല. പിന്നെ ചേച്ചി ആദ്യമേ തന്നെ PF കിട്ടാതിരിക്കുന്ന സമയത്താണ് ഉടമ്പടിയിലേക്ക് വരുന്നത്. 3 മാസം കൊണ്ട് കിട്ടേണ്ടത് 3 വർഷമായിട്ടും കിട്ടാതിരുന്ന സമയത്ത്, അതാണ് ഇവരുടെ ഒരു കഷ്ടത. ആ കഷ്ടതയുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, ഉടമ്പടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിലൊരു മൂവ്മെൻറ്റ് വരികയാണ്, നീക്കിപ്പോക്ക് വരികയാണ്. അങ്ങനെ ഉടമ്പടിയിലൂടെയാണ് ആദ്യത്തെ ആ ഒരു PF കിട്ടുന്നത്. പിന്നീട് വിദേശത്തേക്ക് പോകുന്ന കാര്യത്തിലും ചേച്ചി പറയുന്നുണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ ഗ്രേസ് കൊണ്ടാണ് ഇതെല്ലാം കിട്ടിയത്. പല കുട്ടികളും ചെറിയ കുട്ടികൾ പോലും വിദേശത്തേക്ക് പോകാൻ പരിശ്രമിച്ചിട്ട് പാസ്സാകാതിരിക്കുന്ന ജോലി ബീറ്റ് പാസ്സാകാതെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു സമയത്ത് ബീറ്റ് പാസ്സാകാതെ തന്നെ ഈ ചേച്ചിക്ക് പോകുവാനായിട്ട് പറ്റുന്നത്. പിന്നെ ഒരു എക്സാം എഴുതുന്ന സമയത്തും ചേച്ചി മനസ്സിൽ പറയുകയാണ് ഈ റാലിയിൽ പങ്കെടുത്താൽ, ഈ മരിയൻ റാലിയിൽ പങ്കെടുത്താൽ ഈ എക്സാം പാസ്സാകാനായിട്ട് സാധിക്കും. അതും നമ്മൾ മനസ്സിലാക്കുന്നു. റാലി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞുള്ള എക്സാമിൽ പാസ്സാവുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കിവിടെ മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ സഹോദരിക്ക് പാസ്സാകാനായിട്ട് സാധിച്ചത്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.